ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് നടാൻ പറ്റുന്ന ഒരു ചെറിയ ഹാങ്ങിങ് പോട്ട് പോലെയുള്ള ഒരു സാധനത്തിൻ്റെ നിർമ്മാണമാണ്. അപ്പോൾ ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവ് എന്ന് പറയുന്നത് വീട്ടിലുള്ള ഒരു കഷ്ണം പഴയ ചാക്കോ അല്ലെങ്കിൽ തുണിയോ ആണ്. മറ്റ് സിമൻറ്റോ അങ്ങനെയുള്ള ഒരു വസ്തുക്കളും ഇതിന് ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ ഷെയ്ഡ് നെറ്റിൻ്റെ ഒരു ചെറിയ പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡ് നെറ്റ് ഇല്ല എങ്കിൽ പോളിസ്റ്ററിൻ്റെ തുണിയോ അല്ലെങ്കിൽ വീട്ടിലുള്ള കൊതുക് വല അല്ലെങ്കിൽ ചാക്കിൻ്റെ കഷ്ണം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. മണ്ണുമായിട്ട് പെട്ടെന്ന് ദ്രവിച്ച് പോവാത്ത വസ്തുക്കളാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ മുറിച്ചെടുത്ത കഷ്ണത്തിനെ ഒരു സ്ക്വയർ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം. ഒരു കറക്റ്റ് ഒരു സ്ക്വയർ ആക്കി എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ക്വയർ രൂപത്തിൽ ഇതിനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മുറിച്ചെടുത്ത നമ്മളുടെ ഈ ഒരു നെറ്റിൻ്റെ പീസിലേക്ക് നമ്മൾ പോട്ടി മിക്സർ നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി പോട്ടി മിക്സർ തയ്യാറാക്കാം. പോട്ടി മിക്സറിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി, മണ്ണ്, അതോടൊപ്പം തന്നെ കുറച്ച് ചകിരിച്ചോറ്. ഇതെല്ലാം 1:1:1 എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് അധികം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, കുറച്ച് വെള്ളം മാത്രം ഇട്ടാൽ മതി. ഇനി ഇത് നന്നാക്കി കൈ ഉപയോഗിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മണ്ണ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു രൂപത്തിലാണ് വേണ്ടത്. വെള്ളം അധികമായി കഴിഞ്ഞാൽ നമുക്കിത് ഭംഗിയായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ മുറിച്ചെടുത്തിട്ടുള്ള ഷെയ്ഡ് നെറ്റിൻ്റെ പീസിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച മണ്ണ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു ഷെയ്ഡ് നെറ്റ് ഒരു ബോൾ ഷേപ്പിലാണ് കിട്ടേണ്ടത്. ഒരു കീ രൂപത്തിലാക്കി മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കീ രൂപത്തിലാക്കി എടുക്കുക എന്നുള്ളതാണ് അടുത്ത പണി. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കയറിൻ്റെ കഷ്ണം ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗം നന്നാക്കി കെട്ടി കൊടുക്കണം. പരമാവധി എത്ര ടൈറ്റാക്കി ചെയ്യാൻ പറ്റുമോ അത്രയും ടൈറ്റാക്കി വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മുകൾ ഭാഗം കെട്ടുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മുകൾ ഭാഗത്ത് നമ്മൾ കുറച്ച് കഷ്ണം ഏറെ ഇരിക്കുന്നുണ്ടാവും കെട്ടിക്കഴിഞ്ഞാൽ. ആ ഭാഗം കൂടെ ഒന്ന് ഇതിലേക്ക് മടക്കി വെച്ചിട്ട് വേണം കെട്ടാനായിട്ട്. ഇങ്ങനെ കെട്ടി നന്നാക്കി മുറുക്കി കെട്ടിയിട്ട് വേണം നമ്മൾ ബാക്കി പണികൾ ചെയ്യാനായിട്ട്. പരമാവധി അപ്പോൾ എത്ര മുറുക്കാൻ പറ്റുമോ അത്രയും ടൈറ്റാക്കിയിട്ട് ഇതിനെ കെട്ടുക. പിന്നെ കെട്ടിക്കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന ഭാഗം, ഇതിൻ്റെ ഒരു ലാസ്റ്റ് വരുന്ന എൻഡ് ഭാഗം ഒന്നെങ്കിൽ കത്രിക ഉപയോഗിച്ച് നിങ്ങൾക്ക് മുറിച്ച് മാറ്റാം, അല്ലെങ്കിൽ ചെറിയൊരു ലൈറ്റർ ഉപയോഗിച്ച് ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് കത്തിച്ചു കൊടുക്കുക. ഇങ്ങനെ പുറത്തോട്ട് തൂങ്ങി നിൽക്കുന്ന കയറിൻ്റെ കഷ്ണം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കഷ്ണം മുറിച്ച് മാറ്റണം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കയറിൻ്റെ കഷ്ണം എടുത്ത് വീണ്ടും ഇതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ആദ്യ തല കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ആ കയർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ഒരു ഷെയ്ഡ് നെറ്റിൽ നിറച്ചിട്ടുള്ള മണ്ണിൻ്റെ ബാക്കി ഭാഗം ഒന്ന് നന്നാക്കി ടൈറ്റാക്കി വരിഞ്ഞ് മുറുക്കാം. കാരണം ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് നമ്മൾക്കൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, രണ്ടാമത് നമ്മളുടെ ഈ ഒരു കിഴിക്ക് കറക്റ്റായിട്ടൊരു ഷേപ്പ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് നല്ലതാണ്. അപ്പോൾ പരമാവധി ഇത് നിങ്ങൾക്ക് എത്ര ടൈറ്റാക്കി ചെയ്യാൻ പറ്റുമോ അപ്പോൾ അത്രയും ടൈറ്റാക്കിയിട്ട് ഈ ഒരു ഭാഗം ചെയ്ത് തീർക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന കയർ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷമുള്ള ഒരു രൂപമാണിത്. ഇനി ഇതിനെ നമുക്കൊരു ബോൾ ഷേപ്പിലേക്ക് കൈ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ ഷേപ്പിലേക്ക് മാറി കിട്ടും. ഇപ്പോൾ ഇതൊന്ന് പരന്ന രൂപത്തിലാണ്. അപ്പോൾ കൈ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഒരു ബോൾ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ വീട്ടിലുള്ള പോട്ട് ഹാങ്ങറുകളിൽ നമുക്കിതിനെ സ്ഥാപിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ പോട്ട് ഹാങ്ങർ ഇല്ല. അപ്പോൾ ഞാനൊരു ചെറിയ കയർ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ നമ്മളുടെ ഈ ഒരു മണ്ണ് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളുടെ പ്ലാന്റിനെ നട്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ടർട്ടിൽ വെയിൻ ആണ് ഞാനിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ചെടികൾ വേണം ഇത്തരം ഹാങ്ങറുകളിൽ നടാനായിട്ട്. അപ്പോൾ ടർട്ടിൽ വെയിനൊക്കെ ആണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നിങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ടർട്ടിൽ വൈന് നട്ട് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പരമാവധി എത്ര പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഉണ്ടോ അത്രയും എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിൽ കുറച്ച് കട്ടിങ്സ് ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കട്ടിങ്സ് ഉപയോഗിച്ച്. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ കട്ടിങ്സ് നടുന്നത് രീതി കണ്ടല്ലോ. ഒരു ചെറിയ കമ്പോ അല്ലെങ്കിൽ ആണിയോ ഉപയോഗിച്ച് അവിടെ ഒരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. ആ ഹോൾസിലേക്ക് വേണം നമ്മളുടെ ഈ ഒരു കട്ടിങ്സിൻ്റെ ഭാഗം വെക്കാനായിട്ട്. നമ്മൾ ഏത് ഭാഗമാണോ നടുന്നത് ആ ഭാഗം ആ ഹോൾസിൽ നമ്മളൊന്ന് വെച്ച് കൊടുക്കുക.
ഇങ്ങനെ എല്ലാ ഭാഗത്തും നമുക്ക് കട്ടിങ്സ് നട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ ബോൾ പരമാവധി നമുക്ക് എത്ര കവർ ചെയ്യാൻ പറ്റുമോ അത്രയും ഈ ബോൾ നമ്മളുടെ ടർട്ടിൽ വൈൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ ടർട്ടിൽ വൈൻ തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഇതിൽ ഈ രൂപത്തിൽ നടാൻ പറ്റും. പിന്നെ വളരെ പെട്ടെന്ന് ഇത് നമുക്ക് വളർന്ന് കിട്ടും. പിന്നെ ഇതിൻ്റെ മറ്റൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചെടിച്ചട്ടിയിൽ നടുന്നതിനേക്കാൾ കൂടുതൽ വളർച്ച കിട്ടുന്നുണ്ട്. കൂടാതെ ഭംഗിയും കാണാൻ ചെടിച്ചട്ടിയിൽ നടുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയുണ്ട്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്. നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം കൂടിയാണ്. അപ്പോൾ കൂടുതൽ ചിലവൊന്നുമില്ല. നമുക്ക് എല്ലാവരുടെ വീട്ടിലുണ്ടാവും പഴയ കഷ്ണം, ചാക്കിൻ്റെ കഷ്ണമൊക്കെ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മുഴുവൻ കട്ടിങ്സും ഞാൻ ഇതിൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇത്. ഇനി നമുക്കൊരു മാസം, മാക്സിമം ഒരു മാസം കൊണ്ട് ഇതെല്ലാ ഭാഗത്തും നന്നായി പടർന്ന് പന്തലിച്ച് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് നിങ്ങളുടെ ഗാർഡനിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഒരുപാട് പൈസയൊക്കെ കളഞ്ഞ് ചെയ്യുന്നതിനേക്കാൾ ബെറ്ററാണ് ഇങ്ങനെയൊരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ബ്രേക്ക്.